സുധാകര പഞ്ചഗവ്യത്തിന്റെ കാര്യം മറക്കല്ലേ. എന്റെ നന്ദി പശു സുന്ദരിയ അവിടെ നിൽക്കല്ലേ ഈശ്വരിയമ്മേ. എവിടെ കിട്ടും? പിന്നെ അതിനൊക്കെ എന്തിനാ പേടിക്കുന്നേ? സുധാകരേട്ടാ നമസ്കാരം ഗൗതം മോനെ. സുധാകരേട്ടന്റെ ബെൻസ് ഒന്ന് ഞാൻ എടുക്കണേ. ധൈര്യമായിട്ട് എടുത്തോ, ഫുൾ ടാങ്ക് എണ്ണയുണ്ട്. അതെ മോളെ, നാട്ടുവഴിയാണ്. രണ്ടുപേരും കൂടി ചേർന്ന് എവിടെയും മറഞ്ഞു കെട്ടി വീഴരുത്. അയ്യോ അമ്മേ, ഒരു നല്ല വഴിക്ക് പോകുമ്പോ വേണ്ടാത്തതൊന്നും പറയില്ലേ. നോക്കി നിൽക്കാതെ കേറ് നിധി. എടാ നിന്നെ, ഇതാണോ നിന്റെ ബെൻസ്? ഇതിനകത്താണോ നീ ഊര് തണ്ടാൻ പോന്നേ? സൈക്കിളിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് എത്ര നാളായെന്ന് അറിയോ അമ്മയ്ക്ക്. ഒരു പ്രത്യേക വൈബ് അമ്മേ. നിനക്ക് എന്താ ഗൗതം പറ്റിയത്? ഭ്രാന്ത് പിടിച്ചോ? ഈ നാട്ടുകാരുടെ ഒക്കെ മുന്നിൽ കൂടി സൈക്കിളും ചവിട്ടി നടക്കാൻ നാണമില്ലേ നിനക്ക്? ഈ സാധനം അവിടെ വെച്ചേ നീ. നിനക്ക് പുറത്തു പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വന്നിട്ട് കാർ എടുത്തോണ്ട് പോയാ മതി. അതെ, ഇതിപ്പോ ഈ നാട്ടില് ഗൗതമിനെ ആർക്കും അറിയില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? ഇവന്റെ പവർ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് എന്റെ കുഴപ്പമാണോ? അതെങ്ങനെയാ? ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയതല്ലേ എന്റെ മോനെ. അപ്പൊ പിന്നെ അതിന്റെ വില എങ്ങനെ മനസ്സിലാവാനാ? ഗൗതമിന്റെ ഡിഗ്നിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ചിലപ്പോ ഗൗതം സൈക്കിളിൽ പോയാൽ ആ പോകുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആണെന്ന് തിരിച്ചറിയുന്നവരും ഉണ്ടാവും. പക്ഷേ അതിലിപ്പോ എന്താണ് ഇത്ര കുഴപ്പമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിലെ കുഴപ്പം മനസ്സിലാവണമെങ്കിലേ കോമൺ സെൻസ് വേണം. ഇവൻ സൈക്കിളിൽ ചവിട്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന വീഡിയോ ആരെങ്കിലും ഫോണിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് വൈറലാവും ആന്റി. ഇങ്ങനെ പല പ്രശസ്തരുടെയും വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അങ്ങനെ തരം താണുള്ള വൈറലാവലൊന്നും ഗൗതമിന് ആവശ്യമില്ല. ഗൗതം, നീ സൈക്കിളിൽ പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, അത്രയുള്ളൂ. എന്തിനാ വസുന്ധരെ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളും അതിന്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തുന്നേ? നമ്മളുടെ തീരുമാനങ്ങൾ ശരിയാവണം. അത് പക്ഷേ മറ്റുള്ളവർക്കു കൂടി അംഗീകരിക്കാൻ പറ്റുന്നതുകൂടി ആവണമെന്ന് മാത്രം. എന്നാലേ വസുന്ധരെ നമുക്ക് ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ തോറ്റുപോവും, തോറ്റു തുന്നം പാടിപ്പോവും. ഏത് രാജാവായാലും ഏത് ചക്രവർത്തി ആയാലും എന്നും കുതിരപ്പുറത്തും രഥത്തിലും സഞ്ചരിച്ചാ പോരാ. ഇടയ്ക്കിറങ്ങി നിലത്തൊക്കെ ഒന്ന് നടക്കുകയും വേണം. എന്നാലേ മനുഷ്യനാവൂ. നിങ്ങൾ എന്തിനാ പിള്ളേരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോകുന്നില്ലേ? പോ. ആര് പറഞ്ഞു പോകുന്നില്ല? ദേ പോയി. നിധി കേറുന്നുണ്ട്. അപ്പുറത്ത് വരാം. പോട്ടെ. എന്റെ നിധിമോക്ക് ചേരുന്ന ഒരു പയ്യനെ തന്നെ അവക്ക് കിട്ടിയത്. അവളുടെ അതേ കുറുമ്പും കുസൃതിയും എല്ലാം അവനുണ്ട്. എന്റെ നാഗദൈവങ്ങളെ, നിങ്ങൾക്കൊരായിരം നന്ദി.